നമുക്ക് മെയിൽ ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ചൊന്ന് പറയാം. എപ്പോഴാണ് നമ്മൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ സൈൻസ് ആണ് അവർക്ക് ആ രീതിയിൽ വരുന്നത്? മെയിലിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫീമെയിലിനെക്കാട്ടി ഒരു പടി കൂടുതൽ ഇൻഫെർട്ടിലിറ്റിയുടെ ഇഷ്യൂസ് ഉള്ളത് മെയിലിനാണ്. തീർച്ചയായിട്ടും. അതെ, ഫീമെയിലിന് നമുക്ക് കണക്ക് പ്രകാരം പറയുന്നത് 10.5 to 14% ഓഫ് ദ ഫീമെയിൽസിനാണെന്നാണ് പ്രശ്നം. മെയിലിന് ഓൾമോസ്റ്റ് 15.8% മെയിൽസിനാണ് അവിടെ പ്രശ്നം. അപ്പോൾ 1% കൂടുതൽ ആണുങ്ങൾക്കാണ് അവിടെ പ്രശ്നം. അപ്പോൾ ഏതൊരു ഫെർട്ടിലിറ്റി ഇവാലുവേഷൻ ആണെങ്കിലും ഫസ്റ്റ് തിങ് ഞാൻ സാധാരണ പറഞ്ഞ കുറച്ച് ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഫീമെയിൽ എൻ്റെ അടുത്ത് വരികയാണ്, 8 മാസമായി 10 മാസമായി കുട്ടികളില്ല, എൻ്റെ അടുത്ത് വരികയാണ്, ഒരുമിച്ച് നിൽക്കുന്നു, കുട്ടികളില്ല. ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത് ഫീമെയിലാണ് ഈ തൈറോയിഡ്, പ്രൊലാക്റ്റിൻ, ഷുഗർ, ഒരു ബേസ് ലൈൻ അൾട്രാസൗണ്ട്, ഈ 4 ടെസ്റ്റുകൾ ഇത്രയും മതി. 4 ടെസ്റ്റ്. ഒരു യങ് ഫീമെയിൽ ഒരു 35 ആകുമ്പോൾ ചിലപ്പോൾ AMH കൂടെ ഞാൻ ചെക്ക് ചെയ്യും. $1,500 ടെസ്റ്റ്, AMH കൂട്ടാതെ. AMH-ൽ 1,500 രൂപ, ബാക്കി എല്ലാം കൂടെ 1,500 രൂപ. മെയിലിന് സെമൻ അനാലിസിസ്, തൈറോയിഡ്, ഷുഗർ, ദാറ്റ്സ് ഇറ്റ്. 3 ടെസ്റ്റ് മതി. പക്ഷേ ഈ സെമൻ ടെസ്റ്റ് ചെയ്യുമ്പം കുറച്ചൊരു ആൻഡ്രോളജി ഫെസിലിറ്റി ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ചെയ്യുവാണെങ്കിൽ ബെറ്റർ. കാരണം അവരല്ലേ ട്രെയിൻഡ്. അപ്പം അവർക്കാണ് ഈ മോർഫോളജി ഒക്കെ അസസ് ചെയ്യാൻ പറ്റുന്നത്. ഘടന, ഒരു സ്പേമിന്റെ തല ഇങ്ങനെ ഇരിക്കണം, വാലിങ്ങനെ ഇരിക്കണം എന്നൊക്കെ. മിക്ക സ്പേമിന് ഇപ്പൊ തലയില്ല, എന്താ റീസൺ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കാണുന്ന മിക്ക 92-95% പ്രശ്നവും സ്പേമിന്റെ തല ഒടിഞ്ഞതായിരിക്കാം, വളഞ്ഞതായിരിക്കാം, ഹെഡ് അബ്നോർമാലിറ്റീസ് ആണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ മോർഫോളജിക്കൽ അബ്നോർമാലിറ്റീസ് വളരെ കൂടുതൽ, എസ്പെഷ്യലി പുറത്ത് വർക്ക് ചെയ്യുന്നവർ, UAE-ലൊക്കെ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ UAE-ൽ വരുന്ന ഒരാളുടെ സ്പേം കാണുമ്പോൾ എനിക്ക് 100% ഉറപ്പാണ് മോർഫോളജി പ്രശ്നമായിരിക്കും. പക്ഷേ ആ മോർഫോളജി വെച്ചിട്ട് കുട്ടിയൊക്കെ ആവും. അത് എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറുമായിട്ട് കണക്റ്റഡ് ആണോ? ആയിരിക്കും. അവര് ജനിച്ച് വളർന്ന ഒരു അറ്റ്മോസ്ഫിയറിലല്ലല്ലോ അവർ ജോലി ചെയ്യുന്നത്. അപ്പൊ അതായിരിക്കാം. ഈ ടെസ്റ്റസ് വളരെ സെൻസിറ്റീവാണ്, ഈ ഹീറ്റ് സെൻസിറ്റീവാണ്. അപ്പൊ ഈ പറഞ്ഞ ചൂടും ഉഷ്ണവും ഒക്കെ ആയിരിക്കാം ഈ ഒരു അബ്നോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും.